വേനലിന് അറുതിയായി പത്തനംതിട്ടയിൽ ഇടിയോട് കൂടിയ കനത്ത മഴ. ജില്ലയിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, എങ്ങനെയാണ് അവിടെ ഇപ്പോൾ മഴ ശക്തമായിട്ടുണ്ടോ? എങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ? ഒന്നര മണിക്കൂറുകളായി പത്തനംതിട്ടയുടെ വിവിധ പ്രദേശങ്ങളിലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ശക്തമായ മഴ തുടരുകയാണ്. നഗരത്തിൽ ഇടിയോടുകൂടിയ മഴയാണ് കഴിഞ്ഞ ഒരു മണിക്കൂറായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും മഴ തുടരുന്നു. കോന്നി, പന്തളം, അടൂർ തുടങ്ങിയ മേഖലകളിലും മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. മറ്റ് മലയോര പ്രദേശങ്ങളിലും മഴ തുടരുകയാണ്. മൂഴിയാർ, ഗവി തുടങ്ങിയ മലയോര മേഖലകളിലും വിവിധ മലയോര പ്രദേശങ്ങളിലും മഴ ഉച്ചയ്ക്ക് മുതൽ തന്നെ കനത്ത മഴ തുടരുന്നുണ്ട്. ഇടിയോടുകൂടിയ മഴയാണ് പല ഭാഗങ്ങളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വേനൽ മഴയ്ക്ക് ആശ്വാസമായി ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ആശ്വാസമായ മഴ പെയ്തു തുടങ്ങിയിരുന്നു. അതിന്റെ ഒരു തുടർച്ച എന്നോണം ഇന്നും രാവിലെ മുതൽ തന്നെ മേഘാവൃതമായ ഒരു കാലാവസ്ഥയായിരുന്നു ജില്ലയിൽ ഉണ്ടായിരുന്നത്. ഉച്ചയോടുകൂടി തന്നെ മഴ ആരംഭിച്ചു. കഴിഞ്ഞ ഒന്നര മണിക്കൂറായിട്ട് നഗരത്തിൽ നിർത്താതെയുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ഇതേ രീതിയിൽ തന്നെ മഴ തുടരുന്നുണ്ട്. മലയോര മേഖലകളിലും മഴ തുടരുകയാണ്. ഈ ഒരു കാലാവസ്ഥ നാളെയും തുടരാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ വിലയിരുത്തൽ. നാളെയും ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് പത്തനംതിട്ട ഉൾപ്പെടെ പല ജില്ലകളിലും യെല്ലോ അലർട്ട് ഉണ്ടെങ്കിൽ നാളെ പത്തനംതിട്ട ജില്ലയിൽ മാത്രമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. എന്തായാലും മഴ തുടരും. ശക്തമായ രീതിയിലുള്ള മഴ തുടരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. രാവിലെ മുതൽ തന്നെ അന്തരീക്ഷം മേഘാവൃതമായിരുന്നു. ഉച്ചയോടുകൂടി കനത്ത മഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പെയ്തുകൊണ്ടിരിക്കുന്നു. മലയോര മേഖലകളിലും ശക്തമായ മഴയുണ്ട്. ഇടിയോടുകൂടിയ മഴയാണ് നഗരത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ദൃശ്യ പത്തനംതിട്ടയിൽ നിന്ന് മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. കടുത്ത വേനലിന് ശേഷം മഴ ശക്തമായിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.